പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് പോകുമ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ആയിരുന്നു ലോകത്തെമ്പാടും ഉണ്ടായിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് അത് മാറി മറിയുന്ന ഒരു കാഴ്ച. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:55 കൂടി നമ്മുടെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ലാൽക്കില എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് സമീപം നടന്ന ട്വിൻ സ്ഫോടനമായിരുന്നു. 2 കാറുകളിൽ നടന്ന ഉഗ്രമായ ഒരു സ്ഫോടനം IED സ്ഫോടനമാണ് എന്നിപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ആ സ്ഫോടനത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. തുടക്കത്തിൽ 1 മരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മരണസംഖ്യ 12 ആയിരിക്കുന്നു. 30ഓളം പേർ ആശുപത്രിയിലാണ്. ഇതിൽ 18 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് ഇന്ത്യ മലയാളം ഇത്തരത്തിൽ ഉള്ള ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടക്കം നൽകിയിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് രാജ്യത്ത് വ്യാപകമായ രീതിയിൽ ഒരു റെയ്ഡ് മറ്റുമൊക്കെ NIA മറ്റും നടത്തിയിരുന്നു. അതിൽ 4 ഡോക്ടർമാർ ഉൾപ്പെടെ അനവധി വൈറ്റ് കോളർ ജോബുകാരെ പിടികൂടിയിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. തോക്കുകളും മറ്റുമൊക്കെ പിടികൂടിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ UP യിൽ നിന്നും ഒപ്പം തന്നെ ദില്ലിയിൽ നിന്നുമൊക്കെയാണ് ഈ ഡോക്ടർമാരെ പിടികൂടിയത്. അതായത് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഒപ്പം തന്നെ വൈറ്റ് കോളർ ജോബുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ ആക്രമണ പദ്ധതിക്കായിരുന്നു ഇവർ തയ്യാറെടുത്തിരുന്നത്. ഇത്തരത്തിൽ ഉള്ളവരെ പിടികൂടിയിരുന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാനിനകത്ത് അവർ ദില്ലിയിലടക്കം സ്ഫോടനത്തിന് പദ്ധതി ഇടുന്നു, അതിലെ ചന്തകൾ അല്ലാതെ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടനത്തിന് നടത്താൻ പദ്ധതി ഇടുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ പലതും ഇന്ന് നൽകുകയുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ദേശീയ വാർത്ത എന്ന് പറയുന്നത് ഭീകരരുടെ നേതാക്കൾ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അവർ പറയുന്നത് തങ്ങളുടെ നേതാക്കൾ ഒളിവിൽ പോയതല്ല, പകരം ഞങ്ങൾ ബംഗ്ലാദേശിൽ പുതിയ ലോഞ്ച് പാഡുകൾ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തുറക്കുവാൻ വേണ്ടി പോയതാണെന്ന്. കാരണം നമുക്കറിയാം, ഈ സമീപ കാലങ്ങളിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ISISയുടെ ഒക്കെ ഭീകര ക്യാമ്പുകളും മറ്റുമൊക്കെ ബംഗ്ലാദേശിന്റെ അതിർത്തികളിൽ തുറന്നിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ ബംഗ്ലാദേശിന്റെ അതിർത്തികൾ ഉൾപ്പെടെ കനത്ത ജാഗ്രതയിലുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു സ്ഫോടനത്തിനെ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെട്രോ സ്റ്റേഷനുകൾ, ആരാധനാലയങ്ങൾ അങ്ങനെയുള്ളിടങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ സ്ഫോടനം എന്ന് തന്നെ പറയേണ്ടി വരും. പഹൽഗാമിന് ശേഷം രാജ്യം നടുങ്ങുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ഇതിന് ഒരു തക്കതായ മറുപടി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇതിനിടയിൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്താനും അതിന്റെ മറവിൽ തങ്ങളുടെ മതമൗലികവാദം വളർത്തുവാനും വേണ്ടി ഇത്തരം വാർത്തകൾക്ക് താഴെ കമന്റുകളുമായി പതിവ് പോലെ ഈ കമന്റ് ഇടുന്നവർ വന്നിട്ടുണ്ട്. ഏതായാലും അവരോട് പറയാനുള്ള ഒന്ന് മാത്രമാണ്, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സങ്കുചിത മനോഭാവം ഉണ്ടെങ്കിൽ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കാരണം പഴയതുപോലെയല്ല ഇന്ത്യ, ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്നുകൂടി ഓർത്തിരുന്നാൽ അത് നന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഏജൻസികളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ അടുത്ത് തന്നെയൊക്കെ ഉള്ളവർ ആയിരിക്കാം. അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അതിന് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക. കാരണം രാജ്യത്തെ എല്ലാവരും ഒരുപോലെ തന്നെ ദുഃഖിക്കുന്ന, വിഷമിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് ട്രാഫിക് സിഗ്നലിനായിട്ട് കാറുകൾ മന്ദഗതിയിൽ പോകുമ്പോൾ അവിടെ ഒരു വാഹനം നിർത്തുകയും അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഇത് കൂടുതൽ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്, ഇനി ഈ രാജ്യത്ത് ഒരു പൗരന്റെ ദേഹത്ത് പോറലേറ്റാൽ അതിന് പാകിസ്ഥാൻ നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും, ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കും എന്നാണ്. നമുക്ക് ഇന്ന് പാകിസ്ഥാന്റെ ഭീകര നേതാക്കൾ പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ അതിൽ പറയുന്ന കാര്യം, ഇപ്പോൾ അമേരിക്ക നമ്മളോടൊപ്പം ഉണ്ട്, ബംഗ്ലാദേശ് നമുക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തണമെന്നാണ് പറയുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ തിരിച്ചടിയുടെ ആഘാതം താങ്ങാൻ എത്രത്തോളം കഴിയുമെന്നറിയില്ല. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധ മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അസീം മുനീർ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് വീരത്വം തെളിയിക്കേണ്ടതായിട്ടുണ്ട്, അദ്ദേഹം വീര പരാക്രമിയാണെന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു അക്രമ സംഭവം ഇല്ലെങ്കിൽ സ്ഫോടന പരമ്പര, ഭീകരാക്രമണം നടത്തേണ്ടത് അസീം മുനീറിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അധികാരത്തിന് ഒരു മുതൽക്കൂട്ടാകുകയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ, ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ക്ലാഷ്, ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഒരു മതത്തിൽ തന്നെ പെടുന്ന 2 വിഭാഗം ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിനുള്ളിലും പാക് സർക്കാരിനെതിരെ വലിയ രോഷമാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാനിൽ പാക് സൈന ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനായി ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഒരുപക്ഷെ അസീം മുനീർ പ്ലാൻ ചെയ്യും എന്ന് കരുതിയിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാകിസ്ഥാനിന്
കൊടുക്കുന്ന ആരുടെ പിന്തുണയാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. കാരണം ഇത് ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്നുള്ളത് ചില അന്താരാഷ്ട്ര അജണ്ടയാണ്. അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ ചില ഡീപ് സ്റ്റേറ്റുകളും പ്രവർത്തിക്കുന്നതായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നു. പല രീതിയിൽ ഒടുവിൽ സഹികെട്ട് തന്നെ യുവാക്കളെ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്, ഇറങ്ങൂ എന്ന് പറയുന്ന ചില നേതാക്കളെ നമ്മൾ കണ്ടു. അതിന് സമാനമായ രീതിയിൽ ഉള്ള ചില മാധ്യമ പ്രവർത്തകരുടെ വാർത്തകളും നമ്മൾ കണ്ടു. ഏതായാലും രാജ്യം ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. രാജ്യം ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക മാത്രമല്ല, നമ്മളും ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണിത്. ഏതായാലും രാജ്യം ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഹൽഗാമിൽ 20 പേരുടെ സിന്ദൂര രേഖ മായ്ച്ച ഭീകരർക്ക് ഈ രാജ്യം കൊടുത്ത മറുപടി എന്താണെന്ന് ലോകം കണ്ടതാണ്. അതിനേക്കാൾ കടുത്ത ഒരു ശിക്ഷയാണ് രാജ്യതല സ്ഥാനത്ത് നടത്തി. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് കൊച്ചു കുട്ടികൾ പോലും അതിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ തിരിച്ചടിയുടെ ആഘാതത്തിൽ 140 കോടി ജനവും ഇന്ത്യൻ സേനയ്ക്കൊപ്പം, ഇന്ത്യൻ ഭരണാധികാരികൾക്കൊപ്പം ഉറച്ച് നിൽക്കുക തന്നെ ചെയ്യും എന്ന് 100% വിശ്വസിക്കുന്നു. ഏതായാലും ഇനിയും കൂടുതൽ ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.